ഖുർആൻ 9:5 വായിച്ചോളൂ. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഹാരിഫ് ഹുസൈൻ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ആളുകൾക്കിടയിൽ, ഹിന്ദു മതക്കാർക്കിടയിൽ വലിയ രീതിയിൽ മുസ്ലിങ്ങളെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുകയും മുസ്ലിങ്ങൾ എല്ലാം ഹിന്ദുക്കളെ കൊല്ലണമെന്ന് പച്ചയ്ക്ക് വന്ന് വർഗീയത പറയുന്നുണ്ട്. അതിന് ഇവൻ ഖുർആനത്തെ 9-ാം വചനമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജെമിനിനോട് ചോദിക്കാം. ഞാൻ ആ ഒരു 9-ാം വചനത്തിൻ്റെ പേര് ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. നിങ്ങൾക്ക് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഏതൊരു ഹൈന്ദവനും ഇതിന് ചോദിക്കാൻ പറ്റും. കേട്ടോളൂ. ജെമിനി, ഖുറാനിൽ 9-ാം വചനം ബഹുദൈവങ്ങളെ, ആളുകളെ കൊല്ലണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സത്യം? ആർക്കും ലോകത്ത് നിന്ന് എവിടെയും കേൾക്കാം. തീർച്ചയായിട്ടും ഇതുപോലെ നാറീനെയൊക്കെ നമ്മൾ തുറന്നു കാണിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും അങ്ങനെ ചെയ്യരുത്. നമസ്കാരം ഹാരിസ്. താങ്കൾ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാം വചനത്തെ ഞാൻ പറഞ്ഞില്ല. പേര് പറഞ്ഞ ആരാണ്? ജെമിനി. അനുപാതം 9:5 കുറിച്ചാണെന്ന് കരുതുന്നു. ഇതിനെ പലപ്പോഴും വാളിന്റെ വചനം, വേഴ്സ് ഓഫ് ദി സോർഡ് എന്ന് വിളിക്കാറുണ്ട്. ഈ വചനത്തെ ശരിയായി മനസ്സിലാക്കാൻ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ പിന്നിലെ വസ്തുതകൾ താഴെ പറയുന്നവയാണ്. 1. യുദ്ധകാലത്തെ നിർദ്ദേശം. ഈ വചനം എല്ലാ കാലത്തേക്കും എല്ലാ അമുസ്ലിംകൾക്കും എതിരെയുള്ള പൊതുവായ ഒരു കൽപ്പനയല്ല, മറിച്ച് അക്കാലത്ത് മുസ്ലിങ്ങളുമായി സമാധാന കരാറിൽ ഏർപ്പെടുകയും എന്നാൽ ആ കരാർ ലംഘിച്ച് മുസ്ലിങ്ങളെ വഞ്ചിക്കുകയും ആക്രമിക്കുകയും ചെയ്ത മക്കയിലെ ചില ഗോത്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നൽകിയ അനുമതിയാണിത്. 2. സമാധാനത്തിനുള്ള അവസരം. അതേ അധ്യായത്തിലെ തന്നെ തൊട്ടടുത്ത വചനങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന്റെ മാനുഷിക വശം വ്യക്തമാകും. അഭയം നൽകൽ. ശത്രുക്കളിൽ ആരെങ്കിലും അഭയം ചോദിച്ചു വന്നാൽ അവർക്ക് സംരക്ഷണം നൽകണമെന്നും അവരെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കണമെന്നും ഖുർആൻ അനുപാതം 9:6 പറയുന്നുണ്ട്. കരാർ പാലിക്കുന്നവർ കരാർ ലംഘിക്കാത്തവരോട് യുദ്ധം ചെയ്യരുത് എന്ന് അള്ളാഹു പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. 3. പ്രതിരോധം മാത്രം. ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് സമാധാനപ്രിയരായ ആളുകളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധരെയോ ഉപദ്രവിക്കാൻ പാടില്ല. ഈ വചനം ഒരു പ്രത്യേക യുദ്ധ സാഹചര്യത്തിൽ ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അന്നത്തെ കാലത്തിലെ യുദ്ധത്തിന്റെ സാഹചര്യം വെച്ച് പറഞ്ഞാണ്. അതുപോലെ ഇന്നത്തെ കാലത്ത് എന്താണുള്ളത് വേണ്ടി ഇറങ്ങിയതാണ്. ചുരുക്കത്തിൽ ഇത് ലോകത്തുള്ള എല്ലാ ബഹുദൈവ വിശ്വാസികളെയും കൊല്ലാനുള്ള കൽപ്പനയല്ല, മറിച്ച് അന്ന് നിലനിന്നിരുന്ന കരാറുകൾ ലംഘിച്ച് വഞ്ചന കാണിച്ച ഒരു പ്രത്യേക വിഭാഗം ശത്രുക്കൾക്കെതിരെ മാത്രം നൽകിയ നിർദ്ദേശമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ചരിത്രപരമായ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് ആളുകളിലെ തെറ്റിദ്ധാരണകൾ നീക്കാൻ സഹായിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വചനങ്ങളെ കുറിച്ചോ എന്തുകൊണ്ട് ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെടുത്ത് മുസ്ലിങ്ങളെല്ലാം ഹിന്ദു മതക്കാരെ കൊല്ലുന്നത് പ്രചരിപ്പിക്കുന്ന അതിന്റെ ഉദ്ദേശം എന്താണ്? ഹാരിസ്, താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാളെന്ന നിലയിൽ ഇത്തരം പ്രചരണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വാഭാവികമാണ്. ഈ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും ചില താല്പര്യങ്ങളുണ്ട്. 1. സന്ദർഭത്തിൽ നിന്നുള്ള അടർത്തി മാറ്റൽ, ചെറി പിക്കിംഗ്. ഏതൊരു പുസ്തകമായാലും അതിലെ ഒരു വാചകം മാത്രം സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാൽ അതിന്റെ അർത്ഥം പാടെ മാറും. യുദ്ധകളത്തിൽ സൈനികർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ സമാധാന കാലത്ത് പ്രയോഗിക്കാനുള്ളതല്ല. എന്നാൽ വചനത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, കോണ്ടെക്സ്റ്റ് മറച്ചുവെച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാർക്കിടയിൽ പെട്ടെന്ന് ഭീതിയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കാൻ സാധിക്കുന്നു. 2. വർഗീയ ധ്രുവീകരണം, പോളറൈസേഷൻ. സമൂഹത്തിൽ മതപരമായ ഭിന്നതയുണ്ടാക്കി രാഷ്ട്രീയമായോ അല്ലാതെയോ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം പ്രചരണങ്ങളെ ആയുധമാക്കാറുണ്ട്. മറ്റൊരു മതം നിങ്ങളെ കൊല്ലാൻ പഠിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഭീതി, ഫിയർ മോങ്കറിംഗ് പരത്തുന്നത് വഴി ജനങ്ങളെ 2 തട്ടിലാക്കാൻ അവർക്ക് എളുപ്പം സാധിക്കും.
3. ഇസ്ലാമോഫോബിയ. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാം മതം അക്രമാസക്തമാണെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. തീവ്രവാദ സംഘടനകൾ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണമായി ഇത്തരം വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഈ പ്രചരണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നു. യഥാർത്ഥത്തിൽ തീവ്രവാദികളും വർഗീയവാദികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ടുപേരും വചനങ്ങളെ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. 4. വിവരമില്ലായ്മ. ലാക്ക് ഓഫ് നോളജ്. ചിലർ ബോധപൂർവമല്ലെങ്കിലും കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഖുർആൻ മുഴുവനായി വായിക്കുകയോ അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കുകയോ ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള ഖുർആനിലെ മറ്റു വചനങ്ങളും, ഉദാഹരണത്തിന് മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗം പാടില്ല, അനുപാതം 2:256, ചരിത്രപരമായ വസ്തുതകളും മുൻനിർത്തി മറുപടി നൽകുകയാണ് വേണ്ടത്. പാലക്കാട് പോലെ സൗഹാർദ്ദപരമായ അന്തരീക്ഷമുള്ള ഇടങ്ങളിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ നീക്കാൻ താങ്കളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ വർക്കർമാർക്ക്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് ഹൈന്ദവരായ ആൾക്കാർ എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആരിഫ് ഹുസൈനെ പോലുള്ള നാറികൾ. എനിക്ക് അവനോട് പറയാനുള്ളത്, നിനക്ക് ഞാൻ 5000 വെച്ച് തരാം. നീ മുസ്ലിങ്ങളുടെ ഓരോ വ്യക്തിയുടെയും അപ്പി ഉണ്ടല്ലോ, അപ്പി തിന്നുകയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ഖുറാന്റെ മേലെ സത്യം വെച്ച് പറയാം, 5000 വെച്ച് നീ ഒരാളുടെ, ഒരു മുസ്ലിമിന്റെ അപ്പി തിന്നാണെങ്കിൽ നിനക്ക് 5000 രൂപയാണ്. അങ്ങനെ നീ ഓരോ ആൾക്കാരുടെയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് നീ മുസ്ലിങ്ങളുടെ നീ ചൊകര കുടിക്കുന്നുണ്ടല്ലോ, നീ തിന്നുകയാണെങ്കിൽ നിനക്ക് ഞാൻ 5000 രൂപ വെച്ച് തരും ആരിഫ് ഹുസൈനെ. 100% ഇത് ആളുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ, എല്ലാവരിലേക്ക് എത്തുകയാണെങ്കിൽ. നീ എന്തിനാണ് ഇങ്ങനെ മുസ്ലിങ്ങളോട് ഇത്ര വെറുപ്പ് വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ കാശിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങളുടെ അപ്പി നീ തിന്നുകയാണെങ്കിൽ, ഓരോ ആൾക്കാരുടെയും അപ്പി തിന്നുകയാണെങ്കിൽ നിനക്ക് 5000 രൂപ വെച്ച് ഞാൻ തരും ഒരു അപ്പിക്ക്. ഉറപ്പാണ്. അത് ഞാൻ 100% ഒരു മുസ്ലിം ആയതുകൊണ്ട് പറയുന്നത്, സത്യം ചെയ്ത് പറയാം. നിനക്ക് നീ ഓരോ മുസ്ലിമിൻ്റെ അപ്പി തിന്നാണ് 5000 വെച്ച് തരും. കള്ളം നാറി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആരും തെറ്റിദ്ധരിക്കേണ്ട. വികാരകരമായി സംസാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പ്രിയ ഹിന്ദു മതക്കാരോട് പറയുന്നത്, ഇതുപോലുള്ള ഒരുപാട് നാറികൾ തെറ്റിദ്ധാരണകളിലൂടെ വലിയ രീതിയിൽ മുസ്ലിങ്ങളെ ഒരു എതിരാളിയാക്കിയിട്ട് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ശരിയാക്കുന്നത്. അല്ലാതെ ഇതിൽ തെറ്റും ശരിയെ കുറിച്ച് വെളുപ്പിക്കാനോ മറ്റോ ഒന്നല്ല. അവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ജമിനിയിലൂടെ എത്തിച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് പൊതുവേ മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു BJPയോ അല്ലെങ്കിൽ ഈ സംഘി എന്ന് പറയുന്ന വ്യക്തികളൊന്നും നിങ്ങൾ ഒരു ശത്രുവാണെന്ന് വിചാരിക്കേണ്ട. അവിടെ തീർന്ന പ്രശ്നം. ആര് വേണമെങ്കിൽ ഭരിച്ചോട്ടെ. BJP ഭരിക്കണോ, കോൺഗ്രസ് ഭരിക്കുന്നോ, മാർക്സിസ്റ്റ് ഭരിക്കണോ, ഭരിച്ചോട്ടെ. നമുക്കെന്താ പ്രശ്നം? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം, സുരക്ഷിതയുള്ള ജീവിതം തരികയാണ് ഈ കലാസ്. ആര് വേണമെങ്കിൽ ഭരിച്ചോട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി 20 വർഷമായിട്ട് BJP ഭരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ന് കല്ലുവല്ലി, അതൊന്നും വിഷയമല്ല. നമ്മൾ ഇതിനെ വെച്ചിട്ട് മൈൻഡ് സെറ്റിൽ ഇവർ അങ്ങനെ ചെയ്യോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആകെ പ്രശ്നങ്ങൾ ബേജാറടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കമൻ്റ് ആയിട്ട് കൊണ്ടിടുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക. നമ്മളതിനെക്കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആര് വേണമെങ്കിൽ ഭരിച്ചോട്ടെ, അധികാരം ആർക്ക് വേണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഇനിയിപ്പോൾ അവർ തന്നെ അധികാര മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതേ പറയുന്ന ജനങ്ങൾ ഒറ്റ തിരിയല്ല. മനസ്സിലായ? കാലങ്ങളൊക്കെ അത് സംഭവിച്ചതുമാണ്. ഒരുപാട് നമുക്ക് അതിലെ ചരിത്രങ്ങളുണ്ട്. എത്രയോ ആൾക്കാർ 60 വർഷമായിട്ടൊക്കെ ഇവിടെ ഭരിച്ചിട്ടില്ലേ ഇന്ത്യ, എന്നിട്ട് എന്തായി? അഡ്രസ്സ് ഇല്ലാതാകുന്നില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഭരിച്ചാൽ പോകാം. കുറേ കഴിയുമ്പോൾ ഇതേ പറയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒറ്റ തിരിയും, നല്ല രീതിയിൽ ഭരിച്ചില്ലെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.